ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപീത്തജം ഭുവലസാരദക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഇന്ന് നമുക്ക് പ്രിയ ഭക്തജനങ്ങളെ അനുഗ്രഹനാഥമിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതുവരെ നമ്മുടെ ശ്രീരാമായണ പാരായണത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കാം. വാൽമീകി മഹർഷി നാരദനോട് ലോകത്തിൽ എല്ലാ സദ്ഗുണങ്ങളും നിറഞ്ഞ ഒരാൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ നാരദൻ ശ്രീരാമൻ്റെ ദിവ്യചരിത്രം വിവരിച്ചു. പിന്നീട് ബ്രഹ്മദേവൻ്റെ അനുഗ്രഹത്തോടെ വാൽമീകി മഹർഷി ശ്രീരാമായണം രചിച്ചു. അയോധ്യയിലെ രാജാവായ ദശരഥന് സന്താനമില്ലാതിരുന്നതിനാൽ പുത്രികാമേഷ്ടിയാഗം നടത്തി. യാഗഫലമായി ലഭിച്ച പായസം കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർക്ക് നൽകി. തുടർന്ന് ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവർ ജനിച്ചു. കാലം കഴിഞ്ഞപ്പോൾ മഹർഷി വിശ്വാമിത്രൻ അയോധ്യയിലെത്തി. തൻ്റെ യാഗം രാക്ഷസന്മാരിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂടെ കൊണ്ടുപോയി. വഴിമധ്യേ ശ്രീരാമൻ താടകയെ വധിച്ച് ധർമ്മത്തെ സംരക്ഷിച്ചു. തുടർന്ന് ഗൗതമ മഹർഷിയുടെ ശാപത്താൽ ശിലയായി മാറിയിരുന്ന അഹല്യയെ തൻ്റെ പാദസ്പർശത്താൽ മോചിപ്പിച്ചു. ശേഷം അവർ മിഥിലയിൽ എത്തി. അവിടെ നടന്ന സീതാ സ്വയംവരത്തിൽ ആരാലും ഉയർത്താനാകാത്ത ശിവധനുസ് ശ്രീരാമൻ അനായാസം ഉയർത്തി ഓടിച്ചു. അങ്ങനെ സീതാദേവി ശ്രീരാമനെ ഭർത്താവായി സ്വീകരിച്ചു. ഈ ദിവ്യ വിവാഹം ലോകത്തിന് ധർമ്മത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹത്തായ സന്ദേശമായി മാറാം. ഇനി നമുക്ക് ഈ ദിവ്യ ചരിത്രത്തിൻ്റെ അടുത്ത ഭാഗം ഭക്തിപൂർവം കേൾക്കാം. ജയ് ശ്രീറാം. ശ്രീ വാൽമീകി മഹർഷേ നമഃ. ശ്രീ ആഞ്ജനേയായ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. നമ്മൾ രാമായണം വായിക്കുന്നതിന് മുമ്പ് ഈ 4 ശ്ലോകങ്ങൾ നമ്മൾ എന്നും ചൊല്ലിയിരിക്കണം. അതിനുശേഷം ബാലഖണ്ഡത്തിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ചൊല്ലിയതിന് ശേഷം വേണം രാമായണം വായിക്കാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. വാണിടുക നാരദമെന്നുടെ നാവു തന്നിൽ
വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മകേ നാണമെന്നീ മുതാ നാവിന്മേൽ നടഞ്ചേ നാകേണാഘനേ യഥാ കാനനേ ദിഗംബരം വാരിജോത്ഭവമുഖ വാരിജവാസേ മാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ. ബാലഖണ്ഡത്തിലെ ശ്രീരാമരാമാന്ന് തൊട്ട് മംഗളശീല വരെ നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നത് ആഗ്രഹസഫലത്തിന് ഏറ്റവും നല്ലതാണ്. അതേപോലെ ഇത് വായിച്ചിട്ട് വേണം നമ്മൾ അടുത്ത അധ്യായം വായിക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കുന്നത് ഭാർഗവ ദർശനമാണ്. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചെൽകുന്നാൻ. മന്നവ, കുറഞ്ഞൊരു ഭീതിയുണ്ടാകുമിപ്പോൾ, പിന്നീടഭയമുണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടു. ഖേദവും ഉണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസൂതൻ അരുളി ചെയ്യുന്ന നേരം ഭക്തിമധ്യേ കാണായി വന്നു ഭാർഗവനെയും നീല നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബെടാവാനാലാസമൻ ക്രൂധനായി പരശു ബാണായുധങ്ങളും പൂണ്ടും ഭക്തിമധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാദസം വേണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്ക്തിരന്തൻ ഭാർഗവരാമൻ തന്നെ ചേർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്യവീരാരെ പരിത്രാഹി മാം തപോനിധേ, മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുദേ, ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജപദഗ്നിപുത്ര, മാം പരിത്രാഹി രേണുകാത്മജാ വിഭോ. പരശുപാണേ പരിപാലയ കുലം മമ, പരമേശ്വരപ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവാസമുദായ രക്തതീർത്ഥത്തിങ്കൽ കുളിച്ചാസ്തിയാ പ്രതു ഗണതർപ്പണം ചെയ്ത നാഥ, കാത്തുകൊള്ളുക തപോവാരിതേ ഭൃഗുവതേ, കാൽ തളിരിണ തപശരണം മമ വിഭു. ഇത്തരം ദശരഥൻ ചെന്നതാര്യാതെ ഭക്തരോഷേണവഗ്നി ജ്വാല പൊങ്ങിടും എണ്ണം. വക്തറവും മധ്യാത്മാർക്കമണ്ഡലം പോലെ ദീപ്ത്യാ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന പരീക്ഷയൊക്കെ വരികയാണെങ്കിൽ ജയിക്കാൻ നേരത്തെ നമുക്കിതൊന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. ഞാനൊഴിഞ്ഞുണ്ടോ രാമനീ ത്രിഭുവനത്തെങ്കൽ, മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ, നില്ലരക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലെങ്കിൽ നിനക്കേറ്റവും വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം കണ്ടിച്ചതെൻ്റെ കയ്യിലുണ്ടല്ലോ ചാപം, വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീയതുകൊണ്ട് സത്തരയം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്യുവാൻ, അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞീലെ, ശത്രുതം നമ്മിൽ പണ്ടേണ്ടെന്നോർക്ക് നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ശോണിയും ഭാരമൊന്നു വിറച്ചു ഗിരികളും, അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും, സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞതു. എന്തൊന്നു വരുതെന്നോർക്കു ദേവാദികളും, ചിന്ത പൂണ്ടെഴുന്നതു താപസവരന്മാരും. പങ്ക്തിസന്തനൻ ഭീതി കൊണ്ടുവേ ഭൂതുപൂണ്ടു, സന്താപമുണ്ടായി വന്നു വിരിഞ്ച തനേനും. മുക്തഭാവവും പൂണ്ടു രാമനാം കുമാരനും, ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചെല്ലരും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തെന്നുള്ളതു തപോനിധേ. സ്വാശ്രമാകുല ധർമ്മം എങ്ങനെ പാലിക്കുന്നു? നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നത് അന്തരമുണ്ടോ? പിന്നെ വരുന്നു നിരൂപിച്ചാൽ
അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സ്വന്തം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തെങ്കിൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ, ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രു മിത്രോ ദാസിന ഭേദവുമെനിക്കില്ല, ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലായല്ലോ. അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതു മൂലം. വില്ലഞ്ഞു തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാമല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാക വേണ്ട. സുന്ദരൻ സുകുമാൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേവരൻ കഞ്ചലോചൻ പരൻ ചന്ദ്രചൂടാരവിന്ദം ഇന്ദിരാ മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദവന്ദിതൻ ദേവൻ. മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു വന്ദേതരം നന്ദിച്ചു ദശരനന്ദനൻ വില്ലും വാങ്ങി. നിന്നരുളുന്ന നേരം ഈ 7 ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ് കാണായി വന്നു കുലച്ചു. ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം ചോദിച്ചു. ഭൃഗുപതി തന്നോട് രഘുപതി മോദത്തോടരുളി ചെയ്തിടണം ദയാനിതേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ, ലക്ഷ്യം കാട്ടിത്തന്നീടവേണം. ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവൻ ആരൂഢമാനന്ദം അതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ, ശ്രീരമണ രാത്മരാമ ലോകാഭിരാമ രാമ. ശ്രീരാമ സീതാഭിരാമാനന്ദാത്മകാ വിഷ്ണു. ശ്രീരാമ രാമ രമാ രമണ രഘുപതേ. ശ്രീരാമ രാമ രമാ രമണ രഘുപതേ. ശ്രീരാമ രാമ പുരുഷോത്തമാദയാനിധേ. ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തേ. ശ്രീരാമ ദശരഥനന്ദന ഋഷികേശ. ശ്രീരാമ രാമ രാമ കൗസലാത്മജാ ഹരേ. ഇതുവരെ പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി വായിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാനിധി. ചക്രതീർത്ഥത്തെങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി വൈകുണ്ഠൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ. മാധവൻ പ്രസാദിച്ചു മൽപുരോ ഭാഗവനും സാദരം പ്രത്യക്ഷനായരുളി ചെയ്തിടിനാൻ. ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസാദേ സിദ്ധിച്ചു. സേവാബലം നിനക്കെന്നറിഞ്ഞാലും മത്തജോ യുക്തൻ ഭവാൻ എന്നതുമറിഞ്ഞാലും കർത്തവ്യം ബലതുണ്ട് ഭവതാ ഭൃഗൂപതേ. കൊല്ലണം മൃദുഹന്താവാഗേഹേഹേനെ ചൊല്ലരും കാർത്തവീരാർജുന നർവേന്ദ്രനെ. വല്ല ജാതിയും അവൻ മൽക്കലശജനല്ലോ വല്ലഭം തനുവേദത്തിനെ ഉയർന്നുമല്ലോ. ക്ഷത്രിയ വംശമിരുപത്തൊന്നു പരിവർത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപ്പിനു ദാനം ചെയ്യുക. പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമാ തപോനിഷ്ഠയായ ഭജിച്ചാലും. പിന്നെ ഞാൻ തേത്രായുഗെ ഭൂമി ദശരഥൻ തന്നെ തനേനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നുടെ തേജാസനു ഞാൻ ദാശി തന്നിലാക്കേടുക നീ. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തമെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനി എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തന്നിയോഗങ്ങളെല്ലാം ചെയ്തതു ഞാനും നാഥ. നിന്തിരുവടി തന്നെ വന്നവതരിച്ചോരു പന്തിസെന്തനസൂതനല്ലോ നീ ജഗൽവതേ. എങ്കിലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടോരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ. ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മേ. ഇന്നിപ്പോൾ സഫലമായി വന്നതു മമ ജന്മം. മുന്നം ചെയ്തോരു താപസാഫല്യമെല്ലാം വന്നു. രമ്യ മുഖ്യന്മാരാലും കണ്ടു കിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം.
ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം. അഞ്ജനോത്ഭവങ്ങളാം ജന്മാതി ഷഡ്ഭാവങ്ങൾ സുഞ്ജന സ്വരൂപനാന്നെങ്കിലല്ലോ പോറ്റി. നിർവികാരാത്മ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ. വഗ്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. ഈ ആവിൽ പര്യന്തം മയാ സംവൃതം ലോകമോർത്താൽ താവിൽ പര്യന്തമറിയാമല്ല മഹാതത്വം. സസംഗം കൊണ്ടു ലഭിച്ചിടുന്ന ഭക്തിയോടും സേവാരതന്മാരാ മനുഷ്യർ മെല്ലെ മെല്ലെ തന്മായാരചിതമാം സംസാരവാരാവരം തന്മറുകരേറുന്നതു കാലം കൊണ്ടേ. തജ്ഞാനപരന്മാരാ മനുഷ്യജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോ ഒരു സൽഗുരു ലഭിച്ചിടും. സൽഗുരുവരെങ്കിൽ നിന്നമ്പോഴു വാക്യ ജ്ഞാനം കാമ്പിലുദിച്ചിടും. തൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തെങ്കിൽ നിന്നാശു വേർപെട്ടു ഭവചിന്മയ പദത്തെങ്കിലാഹം ദലയിച്ചിടും. ത്വൽഭക്തിവിഹീനരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ. വിജ്ഞാനജ്ഞാനസുഖം മോശമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കണം. ആകയാൽ ത്വൽപാദപത്മങ്ങളിൽ സദാകാലമാകൂലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദശാരദേ നമസ്തേ സദാംപദേ നമസ്തേ വേദപദേ നമസ്തേ മഖപദേ നമസ്തേ തരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാപദേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമനാരാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമനാമ നമസ്തേ രാമഭദ്ര സന്തതം നമസ്തുതേ ഭഗവാൻ നമസ്തുതേ. ചിന്തേ ഭവചരണാംബുജം നമസ്തുതേ. സ്വർഗഗതിക്കായിട്ടെന്നാ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ. സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവടിയുള്ളിലെന്തെന്നു ചിന്തിച്ചു തന്നാവയെല്ലാം തന്നെ. പ്രീതി കൈകൊണ്ടു ജപനഗ്നി പുത്രനും അപ്പോൾ സാദരം ദശരഥ പുത്രനോടരുൾ ചെയ്തു. ഏതാനും അനുഗ്രഹം ഉണ്ടെന്നു കുറച്ചെങ്കിൽ പാദഭക്തന്മാരെല്ലാം പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവാ രഘുപതേ രാമാ കരുണാപതേ ഈ സ്തോത്രം മയാ കൃത്യ ജപിച്ചിടുന്ന ഭൂമാൻ ഭക്തനായ തജ്ഞാനിയായിടണം വിശേഷിച്ചും. മൃത്യു വന്നെടുക്കുമ്പോൾ പൽപാദാംബുജഗതി ചിത്തേ സംഭവേദിനായി അനുഗ്രഹിക്കണം. അങ്ങനെ തന്നെയൊന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങനാ ഭക്തി പൂണ്ടു രേണുകാതനേനും സാദരം പ്രതിഷ്ഠണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നും മഹേന്ദ്രാചലം പോക്കിയിടിനാൻ. ഭൂപതി ദശരഥം താനതി സന്തുഷ്ടനായി താപവുമകന്നു തൻ പുത്രനാൻ രാമൻ തന്നെ ഗാഠമായ ശ്ലേഷം ചെയ്ത് ആനന്ദാശ്രുക്കളോടും പ്രൗഢമാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സൗര്യമായി രമിച്ചു വാണിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാമനുഷ്യവേഷം കൈകൊണ്ട് ആനന്ദം പൂണ്ടു വസിച്ചിടിനാനുദിനം. കേകേകനാരിതിപനാകിയ യുധാജിത്വം കൈകേകി തനേനെ കൂട്ടിക്കൊണ്ട് അങ്ങു ചൊൽവാൻ ദൂതനെ അയച്ചതു കണ്ടോരു ദശരഥൻ. സോദരനായി മേവിടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാനാദരവോടു നടന്നീടിനാരവർകളും. മാതുലം തന്നെ കണ്ടു ഭരതശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ടു വസിച്ചിടിനാരതുകാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യ ദേവിദാനം പരമാനന്ദം പൂണ്ടാൾ.
രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൽ പാകശാസനാമരാലേ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാന ആനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാനയോധ്യാപുരി തന്നിലന്നേ യതി ആധ്യാത്മരാമായണേ ഉമാമഹേശ്വരം സംവാദേ ബാലാകാണ്ഡം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീമഹീശ ഗോബ്രാഹ്മണേഭ്യः ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവം കരോമി യത്തത് സകലം പരസ്മൈ ശ്രീമന്നാരായണേതി സമർപ്പയാമി. ഹരി ഓം. ഈ വായന കേൾക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ ശ്രീരാമദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ.